കൊല്ലത്തേക്ക് പോകുന്നു. കണ്ണൻ നായരുണ്ട്. കണ്ണൻ നായർ സ്ഥാനാർത്ഥികൾക്കൊപ്പമാണെന്ന് തോന്നുന്നു, ഷിബു ബേബി ജോണിനൊപ്പമാണെന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ണൻ നായർ, എന്താണ് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ? മോദി വേറെ വിശേഷമൊന്നുമില്ല, ശ്വാസം എടുക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഷിബു ബേബി ജോണിനൊപ്പമാണ്. ഓടുകയായിരുന്നു, അതായത് 10 കിലോമീറ്റർ നടത്ത് ഓട്ടമായിരുന്നു. എല്ലായിടത്തും ഓടിയെത്തിയോ? ഒരുമാതിരി എല്ലായിടത്തും ഓടിയെത്തി. ഇത്തവണ സമയക്കുറവ് കാരണം മുൻകാലങ്ങളിലെ പോലെ എല്ലായിടത്തും എത്താൻ പറ്റിയില്ല. പക്ഷേ പരമാവധി 1 മിനിറ്റ് വേസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ ഓട്ടത്തിലായിരുന്നു. അതായത് തലയിൽ കൈവച്ചവരാണ് ചവറക്കാർ. അവർ വിജയിപ്പിക്കുമോ? എന്താണേലും ഈ തെരഞ്ഞെടുപ്പിൽ ഞാനിവിടെ വേണം എന്ന വികാരമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഞാൻ വേണം എന്ന് തന്നെ ഉള്ള അഭിപ്രായമാണ് എല്ലാവരിലും ഉള്ളത്. അതായത് ഷിബു ബേബി ജോണിന് പോലെ തന്നെ RSPക്കും പ്രധാനപ്പെട്ടതാണ്. കാര്യം കഴിഞ്ഞ 10 വർഷമായിട്ട് MLA മാരില്ലാത്ത ഒരു പാർട്ടി എന്നുള്ള പേര് ദുഷ്പേരുണ്ട്. RSPക്ക് വളരെ നിർണായകമായിരുന്നു. കാരണം RSPയുടെ ശക്തിക്കനുസരിച്ചുള്ള വിധിയല്ലായിരുന്നു ഉണ്ടായിരുന്നു. ശക്തിക്കനുസരിച്ചുള്ള വിധിയെഴുത്തല്ലായിരുന്നു ഉണ്ടായിരുന്നു. ഇത്തവണ അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട് വെച്ചാണെങ്കിൽ ആറ്റിങ്ങൽ പോലും ജയിക്കുമെന്ന് ചിലർ സൂചിപ്പിക്കുന്നുണ്ട്. ഞാനതൊന്നും പൂർണ്ണമായി ഇപ്പം വിശ്വസിക്കുന്നില്ല. പക്ഷേ മുൻപൊരിക്കലും ഇല്ലാത്ത നിലയിലേക്ക് മുന്നേറ്റം RSPയുടെ ഉണ്ടാകും. നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ സാധിക്കും എന്ന തികഞ്ഞ വിശ്വാസമാണ് എനിക്ക്. ഇപ്പം UDF അധികാരത്തിൽ വന്ന് താങ്കൾ ജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മന്ത്രിയാണ്. അല്ല, അതൊക്കെ പാർട്ടി ഇനിയും തീരുമാനിക്കേണ്ട കാര്യമാണല്ലോ. അതിപ്പം ഞാനത് മുൻകൂട്ടി പറയുന്നതോ ചെയ്യുന്നോ ശരിയല്ല. അതൊന്നും ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള അജണ്ട അല്ല. UDFനെ അധികാരത്തിൽ എത്തിക്കുക, അതിന് ഓരോരുത്തരും ഓരോരായിട്ടുള്ള സംഭാവന ചെയ്യുക. ഇപ്പം പ്രതിപക്ഷ നേതാവ് പറയുന്നത് 100-ലധികം സീറ്റാണ് UDFന്. എത്രയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്? ഞാൻ പലപ്പോഴും പറഞ്ഞ പോലെ സാധാരണ ഭരണവിരുദ്ധ വികാരം, ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്നത് ഒരു നിഷ്പക്ഷ സമൂഹം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴാണ്. ഇത്തവണ സംഭവിക്കാൻ പോകുന്നത് CPMൻ്റെ കോർ ബേസിൽ നിന്ന് വോട്ട് ഷിഫ്റ്റ് ആകും കേരളത്തിലുടനീളം. അതുകൊണ്ട് തന്നെ ആർക്കും പ്രവചിക്കാൻ ഒക്കത്തില്ല. നമ്മുടെ പ്രതിനിധി കണ്ണൻ നായരുമായി സംവദിക്കുന്നത്. ഇത്തവണ വോട്ടിന്റെ മാറ്റങ്ങൾ എത്രത്തോളം, വോട്ട് ചെയ്യുന്ന രീതി തുടങ്ങി വിശദമായി തന്നെ പറയുന്നു. പടക്കം പൊട്ടുന്ന ഒച്ചയൊക്കെ നമുക്ക് അതിനിടയിൽ കേൾക്കാം, അല്ലെ? കലാശക്കൊട്ടിന്റെ ഭാഗമാണ്.